നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞങ്ങൾക്കൊക്കെ വയസ്സായി. ഇനി മക്കളും മരുമക്കളും പറയുന്ന കേട്ട നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം. നിങ്ങളെല്ലാരും തീരുമാനിക്കേ. നെഞ്ചിലെ പിടപ്പ് പുറത്ത് കാണിക്കാതെ ഞാനിവിടെ സമ്മതിച്ചോളാം. അർച്ചന, ആഹാ, സാധാരണ എല്ലാരും ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന ആളെ ഇന്ന് ഇത്രയും നേരം കാണാതായപ്പോ എനിക്ക് തോന്നി ഒറ്റയ്ക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുകയായിരിക്കുമെന്ന്. എന്തുപറ്റി? എന്നത്തെക്കാളും വലിയ ടെൻഷനിലാണെന്ന് തോന്നുന്നു. ആ, അത് ഞാൻ എന്തായാലും വിശ്വസിക്കില്ല. എന്തായാലും താൻ കാര്യം പറ. എടോ പറയടോ. അർച്ചനയോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഈ കുടുംബത്തെ തന്നെ തമ്മിലടിപ്പിക്കാൻ പോകുന്നവയാണ്. അർച്ചനെ, ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത്. അങ്ങനെ വന്നാൽ അർച്ചനയ്ക്ക് പരിചയമില്ലാത്ത ഒരു നന്ദനെ പരിചയപ്പെടേണ്ടി വരും. എടോ, ഇതാണോ കാര്യം? സച്ചിൻ, ഇത് അത്ര നിസ്സാരമായിട്ട് തോന്നുന്നുണ്ടോ? അതെ, എനിക്കിത് നിസ്സാരമായിട്ട് തന്നെയാ തോന്നുന്നേ. എടോ, നന്ദേട്ടൻ വഴക്ക് പറഞ്ഞു കരുതി തനിക്ക് ഇത്രയ്ക്ക് വിഷമം വരേണ്ട കാര്യമൊന്നുമില്ല. ആ, പിന്നെ വഴക്ക് പറഞ്ഞതിന്റെ കാരണമാണ് താൻ ഇത്ര വിഷമിപ്പിച്ചത്, അല്ലേ? താൻ ആദ്യം മനസ്സിലാക്കേണ്ടത് നന്ദേട്ടനും അച്ഛനും കൂടി തീരുമാനിച്ചുറപ്പിച്ച ഒരു വിവാഹമാണ് താൻ മുടക്കാൻ ശ്രമിക്കുന്നതെന്ന്. താൻ ഈ വിവാഹത്തിന് എതിര് നിൽക്കും തോറും നന്ദേട്ടനും അച്ഛനൊക്കെ ദേഷ്യം കൂടും. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. ആ, അതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ താൻ ഇനി ഇതിന്റെ പുറകെ നടക്കാവൂ. ഇനിയും കൂടുതലായി വഴക്ക് പറഞ്ഞു എന്നൊക്കെ വരും. അപ്പോഴൊക്കെ ദാ ഇതുപോലെ ഇങ്ങനെ ഇരിക്കാനാണെങ്കിൽ താൻ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തുന്നേ നല്ലത്. നന്ദേട്ടൻ വഴക്ക് പറഞ്ഞതിനേക്കാളും കൂടുതൽ എന്നെ വിഷമിപ്പിക്കുന്നത് എന്നെ മനസ്സിലാക്കാത്തില്ല സച്ചേട്ടാ. നന്ദേട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ധനുഷ് നന്ദേട്ടൻ വല്ലാതെ മാറ്റിയിരിക്കോ? എന്നെയും തന്നെയും പോലെ എല്ലാവരും ആവണമെന്നുണ്ടോ? നന്ദേട്ടന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ ധനുഷ് ഒരു നല്ലൊരുത്തന. സ്നേഹയ്ക്ക് അവന് ഇഷ്ടമാണ്. ആ, ഇതിപ്പോ ചില സംഭവങ്ങൾ ഞാനും കൂടി അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നന്ദേട്ടനെ പോലെയല്ലേ ഞാനും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവുക. ഞാനൊരു കാര്യം ചോദിച്ചാ താൻ സത്യം പറയാം. ഇപ്പോ തനിക്ക് തോന്നുന്നുണ്ടോ നന്ദേട്ടനെ രക്ഷപ്പെടുത്തണ്ടായിരുന്നു? ഇല്ല, ഇല്ല സച്ചേട്ടാ, ഒരിക്കലും തോന്നിയിട്ടില്ല, തോന്നുകയില്ല. നന്ദേട്ടന്റെ തെറ്റിദ്ധാരണയെല്ലാം അതൊരു ദിവസം മാറും. ഞാൻ മാറ്റും. അതത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കേ. ഇതൊക്കെ അറിയാവുന്ന താനിനി നന്ദേട്ടൻ വഴക്ക് പറഞ്ഞതിന്റെ പേരിൽ വിഷമിക്കരുത് കേട്ടോ. ആ, ഇനി നമ്മുടെ കാര്യം പറയാം. സന്ധ്യ ഡോക്ടർ വിളിച്ചിരുന്നു. നാളെ അങ്ങോട്ട് ചെല്ലാത്തോണ്ട് ഡോക്ടർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അപ്പോ താൻ ഇതുപോലെ വിഷമിച്ചിരിക്കരുത്. നല്ല സന്തോഷമായിട്ടിരിക്കണം. മനസ്സിന് സന്തോഷമുണ്ടെങ്കിലേ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നടക്കൂ. വാ, നമുക്ക് വല്ലതും കഴിക്കാം. വിശക്കുന്നില്ല സച്ചേട്ടാ. സച്ചേട്ടൻ കഴിച്ചോ? ആ, എനിക്കറിയായിരുന്നു താൻ ഇത് തന്നെ പറയുന്നു. അതുകൊണ്ടല്ലേ ഈ ഭക്ഷണമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ.
ഇവിടെ ഉണ്ടായിരുന്നോ? എപ്പോഴും ആലോചനയാണ്. എന്താണോ ഇത്രയ്ക്ക് ആലോചിക്കാൻ? ഇനി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ കിഡ്നി വല്ലതും എടുത്ത് വിൽക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? കിഡ്നി അല്ല, അവന്തിക നേരത്തെ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ജീവൻ തന്നെ എടുത്തേനെ. അത് ചെയ്യാതിരുന്നതാ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അബദ്ധം. ആ, അത് കഴിഞ്ഞ് പിന്നെ നിനക്ക് അബദ്ധങ്ങളുടെ ഘോഷയാത്രയായിരുന്നല്ലോ. സച്ചിയെ കൊണ്ട് അർച്ചനയെ വിവാഹം കഴിപ്പിച്ചത്, സന്ദീപിനെ കൊണ്ട് അനഘയെ വിവാഹം കഴിപ്പിക്കാൻ നോക്കിയത്, പിന്നെ സന്ധ്യയെ കൊല്ലാൻ നോക്കിയത്. അങ്ങനെ എന്തെല്ലാം അബദ്ധങ്ങൾ. അതെ, എനിക്കങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിലും വലിയൊരു അബദ്ധമല്ലേ ഇപ്പൊ ഇവിടെ എല്ലാരും കാണിച്ചോണ്ടിരിക്കുന്നത്. നിന്നെ ഇപ്പോഴും ഈ വീട്ടിലിങ്ങനെ നിർത്തിയിരിക്കുന്നു എന്നതല്ലേ അബദ്ധം? ആ അബദ്ധം ഞാൻ ഉടനെ തിരുത്തുന്നുണ്ട്. സ്നേഹയുടെ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് മൊത്തത്തിലൊരു ശുദ്ധീകരണം ഞാൻ നടത്തുന്നുണ്ട്. ആ വിവാഹത്തിന്റെ കാര്യം തന്നെയാ ഞാനും അബദ്ധം പറഞ്ഞത്. ദേ, സ്നേഹയുടെ വിവാഹത്തിന് എന്തെങ്കിലും തടസ്സം പറയാനാണ് നിന്റെ പരിപാടിയെങ്കിൽ കുറെ ദിവസം കൊണ്ട് ഞാൻ മാറ്റിവെച്ച ആ അടിയൊക്കെ നീ ഇപ്പോ ഒരുമിച്ച് മേടി. അർച്ചന ഇപ്പൊ എന്റെ വായിരിക്കുന്ന കേട്ടതേ ഉള്ളൂ. ഈ വിവാഹം നടത്തണ്ടെന്നോ അല്ലെങ്കിൽ തടസ്സം പറയാനോ അല്ല ഞാൻ ഈ പറയുന്നേ. ഇത്രയും ധൃതിപ്പെട്ട് ഇപ്പൊ ഈ വിവാഹം നടത്തണമെന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അത്യാവശ്യപ്പെട്ട് ധനുഷിന്റെ അച്ഛനെയും അമ്മയും വിളിച്ചു വരുത്താതെ നല്ലോണം ഒന്ന് ആലോചിച്ചിട്ടും അന്വേഷിച്ചിട്ടൊക്കെ പോരെ? എന്തോന്ന് ആലോചിക്കാനും അന്വേഷിക്കാനും? ധനുഷിയുടെ കൺമുന്നിൽ തന്നെയുണ്ട്. സ്നേഹിക്കും ധനുഷിനും പരസ്പരം ഇഷ്ടവും ഉണ്ട്. ഇരു വീട്ടുകാർക്കും ഒരു എതിർപ്പുമില്ല. ഒരു വിവാഹം നടത്താൻ ഇതൊക്കെ തന്നെ ധാരാളമല്ലേ? നിനക്കും അർച്ചനയ്ക്കും അനഘയ്ക്കും ഇത്രയും കാരണങ്ങൾ പോരായിരിക്കും. കാരണം നിങ്ങളൊക്കെ ഇത് മുടക്കാൻ നടക്കുകയല്ലേ. നാളെ ധനുഷിന്റെ അച്ഛനും അമ്മയും ഇവിടെ വരികയും ചെയ്യും, ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യും. പറ്റുവാണേൽ ഉറപ്പിക്കാൻ തന്നെയാ എന്റെയും അച്ഛന്റെയും തീരുമാനം. ഇനി ആരെന്ത് പറഞ്ഞാലും ശരി, ആ തീരുമാനം ഞങ്ങൾ മാറ്റാനും ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഞാൻ വിവാഹം കഴിച്ച അത്രയും അബദ്ധമൊന്നും അവരുടെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനലിനെയാ ഈ ഞാൻ താലി കെട്ടി കൊണ്ടുവന്നത്. എല്ലാവർക്കും സ്വന്തം ബെഡ്റൂമിലേക്ക് വരുമ്പോഴാ കുറച്ച് മനസമാധാനം കിട്ടുന്നത്. എന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാ. ഈ വീട്ടിൽ ഒരു സ്വസ്ഥതയും തരാത്ത മുറി ഇതാ. അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറയരുത്. ഞാൻ മുന്നിൽ നിന്ന് നടത്തുന്ന വിവാഹം ഇത്. അതിനെതിരെ ആര് ശബ്ദമുയർത്തിയാലും പിന്നെ അവര് ഈ വീട്ടിലുണ്ടാവത്തില്ല. അത് അവന്തികയായാലും ശരി, അർച്ചനയായാലും ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.